നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാണുന്ന നിങ്ങളിൽ മിക്കവാറും പേര് യൂട്യൂബേഴ്സ് തന്നെയായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ചാനലും മോണിറ്റൈസ്ഡ് ആയിരിക്കാം. ചിലർക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കാം. മോണിറ്റൈസ് ആയാലും എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്ക് മാസാമാസം ഇല്ലെങ്കിൽ ഓരോ തവണയും $100 കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടും. യൂട്യൂബിൽ വരുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആക്കി എടുക്കണമെന്നാണ്. കാരണം മോണിറ്റൈസ് ആക്കിയാലേ ഈ ലക്ഷ്യം എന്താണ്, ഏർണിങ്സ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ പലരും ചിന്തിക്കും, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇന്ന് പറയുന്നത്. നിങ്ങളുടെ ചാനൽ വന്നിട്ട് മോണിറ്റൈസ് ആയി പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് ജീവിച്ചു പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കരുതേ. അപ്പോൾ ഈ ചാനൽ മോണിറ്റൈസ് ആക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. 1000 സബ്, 4000 വാച്ച് അവർ, അതുപോലെ തന്നെ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനുണ്ട്. അതിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്കൊന്നും നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകാൻ പാടില്ല. യൂട്യൂബിൻ്റെ പോളിസീസൊക്കെ ചേരുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഇതൊക്കെ ഒപ്പിച്ചെടുക്കണമെങ്കിൽ വലിയ കഷ്ടം തന്നെയാണ്. 1000 സബൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ 4000 വാച്ച് അവേഴ്സിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. ഈ 4000 അവേഴ്സ് എങ്ങനെ ഉണ്ടാക്കും? അതിന് പല വഴികളുണ്ട്. വളഞ്ഞ വഴിയുണ്ട്, നേരെയുള്ള വഴിയുണ്ട്. എന്തൊക്കെ നോക്കിയാലും ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ട് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഈ 4000 അവേഴ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുത്തു. പിന്നെ ചിലരൊക്കെ വളഞ്ഞ വഴികൾ ഉപയോഗിച്ചിട്ട് പണമൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് മോണിറ്റൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ നേടിയെടുക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ വീഡിയോയിലേക്ക് ആഡ് വരാൻ തുടങ്ങുമ്പോൾ ഈ വളഞ്ഞ വഴി തന്നെ ആയിരിക്കണം പിന്നെയും വ്യൂസ് കൊണ്ടുവരാനായിട്ട് നോക്കേണ്ടി വരുന്നത്. കാരണം ഈ കൂടുതൽ വളഞ്ഞ വഴിക്ക് പോകേണ്ടി, വളഞ്ഞ വഴി എന്ന് പറയുന്നതാണ് വേറൊന്നുമല്ല, പെയ്ഡ് സർവീസസ് ഒക്കെ വെച്ചിട്ട് ഈ പരിപാടി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡൊക്കെ വരുമ്പോഴേക്കും ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും കാണുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവസാനം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്റൈസേഷൻ തന്നെ ഡിസേബിളായി പോകും. അപ്പോൾ ജെന്യുവനായിട്ട് കിട്ടുന്ന വ്യൂസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ചാനൽ മോണിറ്റൈസ് ആയതിന് ശേഷവും വ്യൂസ് വരണം, ആൾ വരണം, എങ്കിലേ നമ്മളുടെ വീഡിയോസ് അതിൽ കാണിക്കുന്ന ആഡിൻ്റെ പ്രയോജനമൊക്കെ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോയാലും നമ്മൾക്ക് യൂട്യൂബിൽ നിന്നും പേ ഔട്ട് കിട്ടില്ല. അപ്പോൾ എന്തിനാണ് മോണിറ്റൈസേഷൻ വേണമെന്ന് പറഞ്ഞ് തുടക്കം തൊട്ട് നമ്മൾ ഓടിയത്? ഒരു വരുമാനം ഉണ്ടാക്കാനാണ്. പക്ഷെ പിന്നെയും വരുമാനമില്ലാത്ത രീതിയിൽ നമ്മളുടെ ചാനലും കഷ്ടപ്പാടും ഒക്കെ പോകും. യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി ജെന്യുവനായിട്ട് ഏർണിങ്സ് വരണമെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്ലാനിങ് വേണം. ഡെയിലി ചെയ്യണോ, വീക്ക്ലി, മന്ത്ലി, ഇങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണം. പലരും ചെയ്യുന്ന പുതിയ ചാനൽ തുടങ്ങുമ്പോഴൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. എവിടെയെങ്കിലും കുറേ കണ്ടൻറ്റൊക്കെ കണ്ടെത്തി ദിവസവും 2-3 വീഡിയോസൊക്കെ ഇടും. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു സ്ട്രെസ്സിൻ്റെ രീതിയിൽ പോകരുത്. അപ്പോൾ മുമ്പോട്ടുള്ള യാത്രയിൽ അത് നമ്മളെ തളർത്തിക്കളയും. ആദ്യം സ്ട്രഗിൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുറേ വീഡിയോസ് ഉണ്ടാക്കി, വ്യൂസ് ഉണ്ടാക്കി, ഒരു ബേസ് ആയിട്ടുള്ളൊരു ഫാൻ ഉണ്ടാക്കി പതുക്കെ മുന്നേറിയാൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യാനുണ്ട്. അത് അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മറക്കാതെ വന്നിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഫാമിലി മെമ്പേഴ്സിൻ്റെ കമൻസൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേര് റെഗുലറായിട്ട് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ നന്ദി. അപ്പോൾ ഇതുപോലെ വേറെയൊരു ഇതിൻ്റെ ബാക്കിയിട്ട് ഉള്ള കണ്ടൻറ്റുമായിട്ടും പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.